അവരുടെ ഒരു ചാനലിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മുഖത്ത് കരിവാരി തേച്ച് അങ്ങനെ ഒരു ഞങ്ങളുടെ തലയിൽ അത് കൊണ്ടിട്ട് ചെയ്തത് ഒട്ടും ശരിയായില്ല. അതൊരു കാര്യമാണ്. ഇത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ എനിക്കൊരു വിഷമം പറയാനുണ്ട്. അല്ലാതെ അവിടെ വെച്ച് കളിയാക്കുന്നത് ഞങ്ങളെല്ലാവരും, ഞാനാണെങ്കിലും ലക്ഷ്മിയാണെങ്കിലും കളിയായിട്ട് എടുത്തിട്ടുള്ളൂ. അതിനെ എടുത്ത് ഞങ്ങൾ ഒരു ചാരിറ്റി ഇവന്റാണ് പോയത്. കുറേ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു. പൈസ വാങ്ങിച്ച് തന്നാൽ എന്ത് ചോദ്യം ചോദിക്കുമെന്ന്. ഞങ്ങൾ 5 രൂപ മേടിക്കാതെയാണ് ഞങ്ങൾ പോയത്. ഒരു ചാരിറ്റി ഇവന്റ് ആയതുകൊണ്ട് മനസ്സിലായത്. അത്രയും റെസ്പെക്റ്റ് ആ ഓർഗനൈസേഷനോട് ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെ വിളിച്ചപ്പോൾ, കാര്യമായിട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയത്. രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾ 2 ഏജൻസാണ് ഞങ്ങൾ ജഡ്ജ് ചെയ്തത്. രാത്രി വരെ 11 o'clock വരെ രാവിലെ തുടങ്ങി. എന്നിട്ട് അവരുടെ ഒരു ചാനലിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മുഖത്ത് കരിവാരി തേച്ച് അങ്ങനെ ഒരു ഞങ്ങളുടെ തലയിൽ അത് കൊണ്ടിട്ട് ചെയ്തത് ഒട്ടും ശരിയായില്ല. അത് ഞാൻ ഓർഗനൈസേഴ്സിനെ ഡയറക്റ്റ്ലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഇത് എനിക്കറിയില്ലല്ലോ, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എൻ്റെ ഒരു യോജിച്ചിട്ട് ഞാൻ എന്തായാലും അത് അറിയിച്ചിട്ടുണ്ട്. ഒരു വിഷമം നല്ല, ബിക്കോസ് ഞാനത് ബ്രദറിനെ പോലെ നോക്കിയ ഒരാളാണ്. ഇപ്പം അങ്ങനെ ഒരു ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ഇവൻറ്റ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കിയതിനോട് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. സ്ക്രിപ്റ്റഡായിട്ട് തന്ന ചോദ്യമാണ്. 21 ചോദ്യങ്ങളെ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. 4 ജഡ്ജസിൽ ആര് വേണമെങ്കിലും ആ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ അവസാനമൊക്കെ ആയപ്പോൾ നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതൊക്കെ കാണിച്ചിരിക്കുന്നത് അതിനകത്ത് ഇരിക്കുന്ന എഡിറ്റഡ് വേർഷനാണ്. എഡിറ്റഡ് അല്ലാത്ത വേർഷൻ നിങ്ങൾ കാണും.